പയ്യന്നൂർ മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിത്വം CPM-നെ ഭയപ്പെടുത്തുന്നതായി വി കുഞ്ഞികൃഷ്ണൻ. ഇതേ തുടർന്ന് ബോധപൂർവമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് CPM-ന്റെ ശ്രമം. സംഘർഷത്തിന്റെ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള നീക്കം LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായും കുഞ്ഞികൃഷ്ണൻ ന്യൂസ് 18-നോട് പറഞ്ഞു. താൻ ഉന്നയിച്ച വിഷയങ്ങൾ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സംസ്ഥാനത്താകെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിൽ CPM-നെതിരെ വലിയ തോതിൽ ആരോപണം ഉന്നയിച്ച് അതിൽ കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കാതെ പാർട്ടി വിട്ടു പോകേണ്ടി വന്ന വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കുമ്പോൾ അത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏതായാലും വി കുഞ്ഞികൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നു. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇത്? ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്ന് അനുകൂലമായ നല്ല പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു വിഷയം തുറന്നു കാട്ടി അങ്ങനെ തന്നെയാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട്? അതെ, ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം വിജയത്തിലെത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടി അനിവാര്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്. സുനിഷേട്ട് തൊട്ടു പിന്നാലെ TK ഗോവിന്ദനും വലിയ തോതിൽ പാർട്ടിയെ കാര്യങ്ങൾ പ്രതിരോധത്തിലാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ, ഗോവിന്ദ മാഷ് കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. കേരളത്തിലാകെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആളുകളുടെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പാർട്ടി കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണല്ലോ പയ്യന്നൂർ. എങ്ങനെയാണ് അവരിൽ നിന്നുള്ളൊക്കെ ലഭിക്കുന്ന പ്രതികരണം? അല്ല, ഞാൻ പുസ്തകത്തിലൂടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ. അതുകൊണ്ട് തന്നെ കളങ്കിതരായ ഒരു വ്യക്തിയെ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കാൻ പാടില്ല എന്ന ചിന്തയിലും ബോധത്തിലുമാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഒരു മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടി ഭയപ്പെട്ടിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസമാണ് അങ്ങയുടെ പാർട്ടി ഓഫീസുകൾ ഷെഡുകളൊക്കെ അയച്ച് മരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നത്. എന്താണ് അത്തരത്തിലൊരു സംഭവത്തിന് കാരണം? അല്ല, ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഇവിടെ അന്നൂരിൽ തൊട്ടടുത്താണ് അന്നൂരിലൊരു ചുമരെഴുതി രാത്രി 9-9:30 മണിക്കാണ് ഞങ്ങൾ ചുമരെഴുത്ത് നടത്തുന്നത്. വി കുഞ്ഞികൃഷ്ണനാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. CPM-ന്റെ വലിയ ഭീഷണി തനിക്കുണ്ട്. ചുവരെഴുത്തുകളടക്കം മായ്ക്കുന്ന പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറൊക്കെ നമുക്കറിയാം കുഞ്ഞികൃഷ്ണന്റെ മാറ്റി നിർത്തേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.